ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൂരിന്റെയും അതേപോലെ ഒരു ബാജിക്കറിന്റെ റെസിപ്പി ആയിട്ട് വന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 1.5 കപ്പോളം ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ കപ്പിലാണ് അളന്നിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ ഒരു 1.5 കപ്പോളം ആട്ടയാണ് കേട്ടോ, ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയി വരും പൂരി. അതിനകത്ത് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് മാത്രമേ ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. ഞാൻ പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണയാണുള്ളത് ആ എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവ ഉണ്ടാവുമ്പോൾ നമ്മളെ പൂരിയിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനൊരു 1/4 കപ്പോളം മാത്രമേ റവ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ റവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മോൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റോളം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നല്ലതാണ് കേട്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ അതൊന്ന് ആവുമ്പത്തേനും ബാജിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു 4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുക്കറിൽ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു 3 വിസിലായിരുന്നു ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3 വിസിലടിച്ചതിന് ശേഷം പിന്നെ ഒരു ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ക്യാരറ്റിന്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാജിക്കറിയിൽ എല്ലാവരും ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കും കൂടെ കൊടുക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഉഴുന്നൊക്കെ ഓപ്ഷനിലാണ്, പക്ഷെ ഉഴുന്നിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഫ്ലേവറും അതേപോലെ നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ട് അതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഉഴുന്നിന്റെ സ്മെല്ല് ഒരു അടിപൊളി സ്മെല്ലാണ്. അപ്പൊ ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാവും കേട്ടോ ഉഴുന്നിന്റെ സ്മെല്ല്. ഉഴുന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപ്പായാലും ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതൊന്നും എങ്ങനെയാണെന്നത് നിങ്ങൾ അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ നന്നായിട്ട് ഞാൻ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. എന്നെങ്കിൽ മാത്രമേ നന്നായിട്ടൊന്ന് വേഗം ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും അതേപോലെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും ആ ഉഴുന്നിന്റെ സ്മെല്ല് നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര സ്മെല്ലാണ് ആ ഉഴുന്നിന്. അപ്പൊ നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ കറിയിൽ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉഴുന്നും കൂടി ഇട്ട് നോക്കാൻ. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മളെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് നമ്മളെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉടച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഉടച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ചിങ്ങനെ കട്ടയോടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉടയണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേ പാത്രത്തിന് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഞാനൊന്ന് എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടുപ്പത്തിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വെള്ളാവാനും പാടില്ല, കുറച്ച് വെള്ളാവാനും പാടില്ല. അപ്പോൾ കുറേ വെള്ളമായി കഴിഞ്ഞാൽ നല്ല ലൂസായിട്ടിരിക്കും. അപ്പോൾ ഒരു മീഡിയം സൈസ് വെള്ളം അതിലെപ്പോഴും വെച്ചുകൊണ്ട് മാത്രം സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ പിന്നെ അത് ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ എപ്പോഴും മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടി ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയായിരുന്നു ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത്. അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് കറി അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നു, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് കുറുകിയിട്ട് ഒട്ടും തന്നെ വെള്ളമുള്ള അത് കഴിക്കാൻ പറ്റാത്തൊരു പരിവാകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ പൂരി ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കും. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പൂരീൻ്റെ മാവ്. കുറേ സമയം വെച്ചതുകൊണ്ട് 10-20 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കട്ടിയല്ലാതെ നൈസും അല്ലാത്തൊരു രീതിയിൽ നന്നായിട്ട് ഒരു മീഡിയം സൈസ് നന്നായിട്ടൊന്ന് കുഴച്ചതുപോലെ റൗണ്ട് ആക്കി എടുക്കുക കേട്ടോ. നന്നായി തിളച്ച എണ്ണയിലേക്ക് പൂരി ഇട്ടിട്ട് ജസ്റ്റ് അതിൽ നിന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊന്തി വരും.
കുറേ സമയം നിങ്ങൾ ചെയ്യേണ്ട, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂരി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ബാജിക്കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും, ഒരു സൈഡ് നന്നായിട്ട് മായതിനു ശേഷം പിന്നെ മറ്റു സൈഡും കൂടെ ആക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു പൂരീൻ്റെയും അതേപോലെ ബാജിൻ്റെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാൻ കൂടെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ പെട്ടെന്ന് രാവിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റവയും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.